ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിട്ട് പോവാം. ഹോട്ടലൊക്കെ ഹീറോയിൻ നോക്കി ഫ്ലാറ്റായി. വാവ് ചേട്ടാ, ഹോട്ടലൊന്ന് ഭംഗിയിട്ടുണ്ടല്ലേ. എൻ്റെ ഫ്രണ്ട് ഹോട്ടലാണിത്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് ഓടി വന്നു. മച്ചാ നീ വന്നുടാ വന്നുടാ. അങ്ങനെ രണ്ടുപേരും ബിസിനസ് കമ്പനിയാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ബിസിനസ് ഒരു സിഒ ആണ്. അതൊക്കെ അത് ഇങ്ങനെ ബിസിനസ് ഹെൽപ്പ് ചെയ്യാണ്. രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ്. അത് മുതല കമ്പനി ജോലി ചെയ്യാണ്. അങ്ങനെ പറയാൻ തുടങ്ങിയായിരുന്നു. അടുത്ത് ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് ഒരു സിഇഒ ആണ്. അത് മാത്രമല്ല മാനേജർ. അങ്ങനെയായിട്ട് ചേട്ടൻ നല്ല ജോലി ചെയ്താൽ സിഇഒ ഇല്ല, ഇവരാണ് നോക്കുന്നത് കമ്പനി. പറയാൻ തുടങ്ങി. ഹീറോയിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി, ഇടാൻ വെച്ചാൽ നമുക്ക് ജോലി ഉണ്ടല്ലോ. അതെ, അങ്ങനെ എല്ലാവരും അകത്ത് വന്നിരുന്നു സംസാരിക്കുകയാണ്. ഹീറോയിൻ ചേട്ടാ ഞങ്ങൾ വെളിയിൽ കറങ്ങിയിട്ട് വരാം, സോറി റൂം നമ്പർ ഇത്രയാണ്, അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു. ശരി ചേട്ടാ, എല്ലാം ഫുൾ കുട്ടി പറഞ്ഞു കൊടുത്തു. ഹീറോയിൻ്റെ ചേട്ടനക്ക് ഒരു കാർഡ് ഉണ്ട്, എന്താ ഇതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. മോള് വന്നോ, എന്നാ ഈ കാർഡ് വെച്ചു ഇതിലകത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ സെക്രട്ടറി വിളിച്ചു. ആ സെക്രട്ടറി ഇവരെ നോക്കിക്കോ എന്നാണ് സെക്രട്ടറിയുടെ ഒരു ഗേളാണ്. ഒരു ഫ്രണ്ട് ടൈപ്പാണ്. ഹീറോയിനെ ഒത്തിരി ഇഷ്ടമാണ്. അത് ഹീറോയിനെ നന്നായിട്ട് അറിയും. അതുമാത്രമല്ല, ഹായ് പ്രിയ നീയാണോ? ഹായ് ജൂലി ചേച്ചി നീയാണോ? ജൂലി ചേച്ചിയാണോ? അതെ ജൂലിയാണ്. ആ എന്താ ചേച്ചി വരാതിരിക്കുക? കുറേ നാളായല്ലോ ജൂലി ചേച്ചിനെ കണ്ടിട്ട്. അയ്യോ പറഞ്ഞിട്ട് കാര്യമില്ല, ജൂലി ചേച്ചി നല്ല ജോലി ടൈപ്പാണ്. സംസാരിക്കായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഇടയിൽ നിന്ന് സംസാരിക്കായിരുന്നു. രണ്ട് ഫ്രണ്ട്സ് ബോറടിക്കുക. നിങ്ങൾക്ക് ഇറങ്ങി പോകാം. അങ്ങനെ പിറ്റേ ജിന്നു ഇറങ്ങി വന്നു. ജിന്നു വന്ന് യഥാർത്ഥം നോക്കിയായിരുന്നു. യഥാർത്ഥം നോക്കുമ്പോൾ ജിന്നു നോക്കിയിട്ട് ആരാ കുട്ടി, വോയിസ് നന്നായിട്ടുണ്ടല്ലോ. ജിന്നു വന്നിരുന്നാണ് ആ ഹോട്ടലാണ്. വോയിസ് കേട്ടത് നന്നായിട്ടുണ്ടല്ലോ വോയിസ്. ഞാൻ ജിന്നു ചോദിച്ചു. ഹീറോ അടിച്ച് ഹെയർ നല്ല സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു വെയിറ്റർ വന്നായിരുന്നു. മാം എന്ന് വിളിച്ചായിരുന്നു. ജേഹൂപ്പ് ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു. ഹീറോയെ കാണാൻ പറ്റുന്നു. ജേഹൂപ്പ് കണ്ണാടി നോക്കുമ്പോൾ കാണാൻ പറ്റും. അതെ, ജേഹൂപ്പ് കണ്ണാടി പറഞ്ഞാൽ അത് ഫുൾ കാണാൻ പറ്റും. അവിടെ ക്യാമറ ഉണ്ട്. ആ ക്യാമറയിൽ അകത്ത് ക്യാമറസ് ഉണ്ടായിരുന്നു. ആ റെസ്റ്റോർ അവർ പറഞ്ഞ റെസ്റ്റോർ എന്ന ഹോട്ടലാണ്. പിന്നെ അവിടെ കാണുന്നത് മാത്രമേ. പിന്നെ അകത്തൊരു റൂമുണ്ട് 6 മുറിയിൽ. വെളിയിൽ എല്ലാ കാർക്കും കാണാൻ പറ്റും. പിന്നെ ശ്രദ്ധിച്ചായിരുന്നു. ജേഹൂപ്പ് ഹോട്ടലിൽ നോക്കിയായിരുന്നു. ഹോട്ടലിൻ്റെ അകത്താണുള്ളത്. ഇപ്പോൾ ആരുമില്ല മാത്രം. ഹീറോയുടെ ജൂലി ചേച്ചിയും പിന്നെ ഹീറോയുടെ ഫ്രണ്ട്സും. അങ്ങനെ ഹീറോയും പിന്നെ ഇപ്പോൾ ജേഹൂപ്പുണ്ട്. ജിന്നു നോക്കി ഹീറോയി ഇങ്ങനെ ഹീറോ സ്മൈൽ ചെയ്ത് പോയി. ജിന്നൊക്കെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഹീറോ തിരിഞ്ഞ് ജിന്നു ഉള്ള സൈഡിൽ നടന്നു വരാൻ തുടങ്ങി. ജിന്ന് ഹീറോയുടെ നോക്കി ഫ്ലാറ്റായി. വാവ് എത്ര ഭംഗിയായിട്ടുണ്ടല്ലോ. ജിന്നു വെച്ച് കണ്ണെടുക്കാതെ നോക്കിയായിരുന്നു. ഹീറോയിൻ്റെ മെല്ലെ എടുത്ത് ഫോട്ടോ എടുത്തു. ശരി ഓക്കെ തന്നെ, പേര് മനസ്സിലാക്കി. ശരി ഓക്കെ ഇവർ പറഞ്ഞു കൊടുക്കാം. പെണ്ണ് പറഞ്ഞല്ലോ. ജിന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഹീറോയിൻ ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ജോലി ചേച്ചിക്ക് ബുക്ക് പഠിക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെ ജോലി ചേച്ചി പറഞ്ഞായിരുന്നു. ഹീറോയിൻ സുഖം പറഞ്ഞ സുഖമിണ്ടാതിരുന്നിട്ട് അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളോടെ നിന്ന് ജ്യൂസ് കുടിച്ച് ഇങ്ങനെ റിവേഴ്സ് എടുക്കാമായിരുന്നു. ഹീറോയി പറഞ്ഞായിരുന്നു. ജൂലി ചേച്ചി വന്നാണ്. ഡ്രസ്സ് ഹീറോയി പറയുന്നത്, ചേച്ചി എനിക്ക് സ്വിമ്മിങ് ഇൻട്രസ്റ്റില്ല ചേച്ചി, എനിക്ക് സ്വിമ്മിങ് പേടിയാണ്. എന്താണ് ഇങ്ങനെ പറയുന്നത്? വേണ്ട ചേച്ചി, ഇത് കൂടുതലുണ്ട എന്താ ചേച്ചി അങ്ങനെയായിട്ട് പറയായിരുന്നു. സാരില്ല വാ. അങ്ങനെ ഡ്രസ്സ് കൊടുത്തായിരുന്നു. ഇവിടെ ആരുമില്ല, പേടിക്കണ്ട, അവരൊരാൾ ഉണ്ട് അങ്ങനെ പറഞ്ഞായിരുന്നു ഹീറോയി. സാരില്ലടി, അവർ നോക്കില്ല, അവർ കിടന്ന് ഉറങ്ങുന്നതാ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി സ്വിമ്മിങ് ഇറങ്ങി. അങ്ങനെ ഷുഗർക്ക് വോയിസ് കേട്ട് ഷുഗർ നോക്കിയായിരുന്നു. ഹീറോയിനെ കണ്ട് ഫ്ലാറ്റായി ഷുഗർ. വാവ് ഭംഗിയായിട്ടുണ്ടല്ലോ. ഒരു സ്വിമ്മിങ് പൂളിൽ ഇങ്ങനെ ഫ്രണ്ടായി കളിക്കുമ്പോൾ ഷുഗർ ഫോട്ടോ എടുത്തു. ഓക്കെ ഷുഗർ സ്മക്ക് ചെയ്തിരുന്ന പേര് വിളിക്കുന്നത് കേട്ട് അപ്പോൾ ഷുഗർക്ക് മനസ്സിലായി. ഓക്കെ എന്ന് ഷുഗർ സ്മെൽ ചെയ്തായിരുന്നു. ഹീറോയി റൂം പോയി ഡ്രസ് ചേഞ്ച് ആക്കി ഷുഗർ നിന്ന് സ്മക്ക് ചെയ്തായിരുന്നു ഹീറോയിനെ കണ്ട്. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല അത് ഷുഗറാണ്. ഹീറോയി ശ്രദ്ധിച്ചില്ല. ജോലിയായിട്ട് ഫ്രണ്ടുകളുടെ എൻജോയ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് ലൈബ്രറി. അതെ, ലൈബ്രറിക്ക് വന്നു. ലൈബ്രറിയിലിരുന്ന് ബുക്ക് എടുക്കുക. ജൂലി ചേച്ചിക്ക് ബുക്ക് വന്ന ഇൻട്രസ്റ്റാണ്. ഹീറോയിൽ ചെയ്യുന്നതാണെങ്കിൽ ജൂലി ചേച്ചി പറഞ്ഞേക്ക് നിങ്ങൾ ബുക്ക് തേടി, ഈ സൈഡിലാണ് ബുക്ക്, ഈ സൈഡിലാണ് നോക്കുക. അങ്ങനെ ബുക്ക് തേടി വിട്ടേടായിരുന്നു. അപ്പോൾ ഹീറോയി സ്റ്റെപ്പ് ഇങ്ങനെ കയറായിരുന്നു. ഏണി പിടിച്ചു എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഹീറോ ഏണി കയറി അങ്ങനെ പിടിക്കാൻ പറഞ്ഞായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് എന്ന് വെച്ചാൽ വെഞ്ചും അത് ഏണി പിടിക്കാൻ പറഞ്ഞായിരുന്നു. അതൊരു ഏണിയായിരുന്നു. ഹാറമായിരുന്നു. ഹാറം പിടിച്ചു. അങ്ങനെ ഹീറോയി കയറാൻ വന്ന് നമുക്ക് മനസ്സിലായില്ല. ഇത് ആടുന്നു, ഇങ്ങനെ പിടിക്കായിരുന്നു. ഹാറം പിടിച്ചു. അങ്ങനെ ഹീറോയി ബുക്ക് എടുത്ത് ഇറങ്ങായിരുന്നു. ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ ഹാറമായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഇങ്ങനെ കൈ അങ്ങനെ വീഴുമ്പോൾ ഹാറം പിടിച്ചു. രണ്ടുപേരും കണ്ണ് വെച്ച് കണ്ണെടുക്കുക. ഹാറമിൻ്റെ എവിടെയോ കണ്ണ് മാറിയാണ് ഫീൽ ആവുക. ഹാറം
സോറി സർ എന്ന് പറഞ്ഞിറങ്ങി അവിടുന്ന് ഡാൻസ് കളിച്ചത്. ഡാൻസ് ഒന്ന് കൂടി ഓടി ആറാം ചെയ്ത് ഹാറാം വന്നു. ഹാറാം നോക്കുമ്പോൾ ഹീറോ മിയ കൂടെ എന്നിട്ട് ബുക്ക് കൊടുത്ത് സംസാരിക്കുന്നത്. ഹാറാം ഫോട്ടോ എടുത്ത് സ്നക്ക് ചെയ്ത് ബുക്ക് വായിക്കാൻ തുടങ്ങി. ജൂലി ചേച്ചി പറയാൻ തുടങ്ങി. ഹലോ ശരി ഓക്കെ. ജൂലി ചേച്ചി പറയാം, എൻ്റെ അനിയത്തി ഡാൻസ്ക്ക് പോയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ വിളിച്ചോണ്ട് വരും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഡാൻസ് പ്ലേസ്ക്ക് വന്നായിരുന്നു. ജയഹോപ്പ് പറഞ്ഞ മാസ്ക് ഇട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ജയഹോപ്പ് അകത്തുള്ള അത് സീക്രട്ട് റൂം, അത് പറഞ്ഞാൽ ആർക്കും K-pop ഐഡൽക്ക് റൂമുണ്ട്. പിന്നെ അത് ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. അവർക്ക് വേറെ സിമ്പിളായി ഡാൻസ് കളിക്കുമായിരുന്നു. ആ റൂം കാര്യം പോകാൻ കാര്യമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ നമ്മൾ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ പോകാൻ പറ്റൂ. അങ്ങനെ ഹീറോ ഫ്രണ്ട് അനിയത്തി ഡാൻസ് കളിക്കുമായിരുന്നു. ജൂലി ചേച്ചിൻ്റെ അനിയത്തി ഡാൻസ് കളിക്കുമായിരുന്നു. ജോലിയായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ഹായ്, ഇവളാണോ ഡാൻസ് കളിക്കുക? അങ്ങനെ എല്ലാവരും ജോലിയായിട്ട് സ്മാൽ ചെന്ന് വാഷ് എടുത്ത് യഥാർത്ഥം നോക്കും. ഹീറോയിനെ കണ്ടു. അകത്ത് നടക്കുന്നത് പുറത്ത് കാണാൻ പറ്റില്ല, പുറത്തുള്ളത് അകത്ത് നടക്കുന്നത്. പുറത്തുള്ളവർക്ക് എന്ത് കാണുന്നില്ല, അകത്തേക്ക് പുറത്ത് നടക്കുന്നതെല്ലാം അകത്ത് കാണാൻ പറ്റും. ജയഹോപ്പ് സ്മക്ക് ചെയ്തു ഡാൻസ് സ്റ്റോപ്പ് ചെയ്തു ഫോൺ ഇവിടെ തേടി. ഹീറോയിൻ്റെ ഫോട്ടോ എടുത്ത് ഡാൻസ് സ്മൈൽ ചെയ്ത് തുടങ്ങി. വോയിസ് ഒന്നും കേൾക്കില്ലായിരുന്നു. മാസ്ക് ഇട്ട് ഇവളെ പേരറിഞ്ഞേ പറ്റും. എന്നാൽ ജയഹോപ്പ് വെളിയിൽ വന്നു. ഹീറോയുടെ അടുത്തിരുന്ന് ഹീറോയ്ക്ക് ഒന്നുമല്ല, കുറച്ച് ദൂരമാണ് ഇരുന്ന്. ഹീറോയിനോട് പറയാൻ തുടങ്ങി. പൂജ പറയാൻ തുടങ്ങി, പ്രിയ നമുക്ക് ഇനി ഷോപ്പിംഗ് നിറയെ കറങ്ങാനുണ്ട് ഇങ്ങനെയായിട്ട് സംസാരിച്ചായിരുന്നു. ജയഹോപ്പക്ക് മനസ്സിലായത്. ജയഹോപ്പ് ഹീറോയുടെ ഫോട്ടോ എടുത്തായിരുന്നു ക്ലാസ്സിൽ തന്നെ. മാത്രം ഫോട്ടോ എടുത്തതിന് ഇവ വോയിസ് പേര് കണ്ടുപിടിച്ച് ചെയ്തായിരുന്നു. അതിനായിട്ടും ജയഹോപ്പ് അവിടെ നിന്ന് പോയി. ഹീറോ ഈ ഫ്രണ്ട്സ് കൂടെ പറയാൻ തുടങ്ങി. നെക്സ്റ്റ് നമുക്ക് ജെമിനെ നമുക്ക് പോവാം. ജെമിനി എൻട്രി. ഹീറോയിൻ പറഞ്ഞ് ഇങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നത്. ജൂലി ചേച്ചി പറയാൻ തുടങ്ങി. ഹലോ ഓക്കെ മോളെ പ്രിയ എന്താ ചേച്ചി? ഇല്ലമ്മ, അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം, എനിക്ക് ഐഡിയ പറഞ്ഞതാണ്. ഓക്കെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണോ? അതെ. അങ്ങനെ ഹീറോയിൻ ഫ്രണ്ട് കൂടെ വന്നായിരുന്നു. ഒരു 3-4 ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പിന്നെ ജൂലി ചേച്ചി. അത് 3 പേര് ജൂലി ചേച്ചീൻ്റെ കൂടെ പോയി. ജൂലി ചേച്ചി ഗിഫ്റ്റെല്ലാം നോക്കുമായിരുന്നു. ജിമ്മിന് അവിടെ വന്നിരുന്നു. ജിമ്മിൻ്റെ യഥാർത്ഥം ഇങ്ങനെ ജ്യൂസ് കുടിക്കായിരുന്നു. അവിടെ ഐസ്ക്രീം കഴിക്കായിരുന്നു. ഹീറോയിൻ സംസാരിച്ച് സ്മൈൽ ചെയ്തായിരുന്നു. ജിമ്മിൻ്റെ യഥാർത്ഥം